പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഫോൺപേ ആപ്പിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്മളൊക്കെ ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ എന്നിങ്ങനെയുള്ള ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഫോൺപേ ആപ്പിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫോൺപേയിലൂടെ പണം ട്രാൻസ്ഫർ മുതൽ വിവിധ പേയ്മെന്റുകൾ, ഇൻഷുറൻസ്, ടിക്കറ്റ് ബുക്കിംഗ് എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഫോൺപേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോൺപേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നീട് ബാങ്ക് ലിങ്ക് ചെയ്യാനായി നിങ്ങളുടെ എടിഎം കാർഡ് കയ്യിലുണ്ടായിരിക്കണം. ബാങ്കുമായി ലിങ്കുള്ള സിം മൊബൈലിൽ ഉണ്ടായിരിക്കണം. മൊബൈൽ നമ്പർ കൊടുത്താൽ ഒടിപിയിലൂടെ ഓട്ടോമാറ്റിക്കായി രജിസ്റ്റർ ആവുന്നതാണ്. പിന്നീട് വരുന്ന പോപ്പ് അപ്പ് വിൻഡോസ് കോണ്ടാക്ട്, ലൊക്കേഷൻ എന്നിങ്ങനെ വരുന്ന പെർമിഷൻ അല്ലോ കൊടുത്ത് മുന്നോട്ട് പോകുക. ഇതോടെ ആദ്യ ഘട്ടം പൂർത്തിയാകുന്നു. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി എടിഎം കാർഡ് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ ബാങ്കുമായി ലിങ്കുള്ള സിം മൊബൈലിൽ ഉണ്ടായിരിക്കണം. ആഡ് ബാങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബാങ്കുകളുടെ ലിസ്റ്റ് ഇവിടെ കാണുന്നതാണ്. ഇതിൽ നിന്നും നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്തും ബാങ്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നതോടെ സിം കാർഡ് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ ബാങ്കുമായി ലിങ്കുള്ള സിം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. മെസ്സേജ് പോകാനുള്ള ബാലൻസ് സിമ്മിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നീട് ബാങ്ക് അക്കൗണ്ട് സെർച്ചായി വരുന്നതാണ്. പിന്നീട് യുപിഐ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കാണുന്നതാണ്. ഇവിടെ ക്രിയേറ്റായി വന്ന യുപിഐ ഐഡി വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. തുടർന്ന് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അക്കൗണ്ട് ആക്റ്റീവ് സക്സസ് ആവുന്നതാണ്. തുടർന്ന് എടിഎം കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനായി ഇവിടെ എടിഎം കാർഡിന്റെ അവസാനത്തെ 6 ഡിജിറ്റിൽ കൊടുക്കുക. തൊട്ടു താഴെ കാർഡിന്റെ വാലിഡിറ്റി മാസവും വർഷവും കൊടുക്കുക. പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മൊബൈലിലേക്ക് ഒടിപി വരികയും അത് ഓട്ടോമാറ്റിക് ആയി ഡീറ്റക്ട് ചെയ്യുന്നതുമാണ്. പിന്നീട് ഇവിടെ പിന്നീട് സെറ്റ് പിന്നിൽ പോയി 4 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ടിക്ക് മാർക്കിൽ ടിക്ക് കൊടുത്ത് വീണ്ടും അതേ 4 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് വീണ്ടും ടിക്ക് മാർക്കിൽ ടിക്ക് കൊടുക്കുക. പിന്നീട് അക്കൗണ്ട് ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണുന്നതാണ്. പിന്നീട് താഴെ കാണുന്ന ഡണ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഫോൺ പേ രജിസ്ട്രേഷൻ പ്രോസസ് പൂർത്തിയാവുന്നതാണ്. മെയിൻ പേജിൽ നിന്നും ഇടത് സൈഡിൽ മേലെ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ കാണാവുന്നതാണ്. ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്ത ബാങ്ക് വിവരങ്ങൾ കാണാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുള്ളവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാങ്ക് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഫോൺ പേ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.